സർക്കാർ ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഇതിനെപ്പറ്റി ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷ അഞ്ജു പാർവതി പ്രതികരിക്കാൻ. നമസ്കാരം അഞ്ജു പാർവതി. അഞ്ജു പാർവതി, ഒറ്റ ചോദ്യമാണ് എൻ്റെ ഫസ്റ്റ് ചോദ്യം. സർക്കാർ ആരെയാണ് പേടിക്കുന്നത്? ഇത് ഞാനൊരു കാര്യം പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സംഭവം റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് വമ്പൻ സ്രാവുകൾ കുടുങ്ങും. അത് തീർച്ചയായിട്ടും സർക്കാരിന് നന്നായിട്ട് അറിയാം. സർക്കാരിൻ്റെ ഭരണപക്ഷത്തുള്ള ആൾക്കാരുണ്ടാവാം. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന് എടുത്തൊരു കാലതാമസം, അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. വനിതാ സുരക്ഷ ഘോരം നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ വനിതാ സുരക്ഷയ്ക്ക് വേണ്ടി വനിതാ മുതൽ കിട്ടിയൊരു വലിയ സംഭവമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാണ്. ഇനി നമ്മുടെ ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ WCC കൂടെ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ വനിതകൾക്ക്, സിനിമാ മേഖലയിലുള്ള വനിതകൾ നേരിടുന്ന ചൂഷണത്തിനെതിരെ ആണെന്ന് ഒരു വ്യാഖ്യാന തുടങ്ങിയ ഒരു സംഘടനയായിരുന്നു WCC. പക്ഷെ WCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അജണ്ട ഉണ്ടായിരുന്നു. അത് പൊളിറ്റിക്കൽ അജണ്ട തന്നെയായിരുന്നു. അതായത് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സംഘടന അല്ലെങ്കിൽ സ്ത്രീകൾ, സിനിമാ മേഖലയിലുള്ള എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെയൊന്നും ആയിരുന്നില്ല, ചിലർക്ക് വേണ്ടി മാത്രം. അത് നമുക്ക് തുടക്കം തൊട്ട് തന്നെ അറിയാൻ പറ്റും. WCCയുടെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ, കാരണം WCC ഉണ്ടാക്കിയവരെല്ലാവരും തന്നെ ഇടതുപക്ഷ സർക്കാരിനൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരായിരുന്നു. ഇടതോരം ചേർന്ന് നടക്കുന്നവരുടെ ഒരു സംഘടന തന്നെയായിരുന്നു WCC. നമുക്ക് അതോടൊപ്പം തന്നെ അറിയാം, അതിൽ പ്രമുഖമായിട്ടുള്ളവരൊക്കെ രാത്രി നടത്തം എന്ന് പറഞ്ഞിട്ട് റോഡ് ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ പരിപാടികളിൽ എപ്പോഴും അവർക്കൊരു സെലിബ്രിറ്റി മുഖം അത് കാണിക്കാനൊക്കെ നിന്നു. അപ്പോൾ ഒക്കെ WCCയെ പാടി പുകഴ്ത്തിയതായാണ് ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളും അതുമായിട്ടുള്ള നമ്മുടെ PR വർക്കേഴ്സും ഒക്കെയാണ് WCC എന്ന് പറഞ്ഞൊരു സംഘടനയെ പാടി പുകഴ്ത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 വർഷം എടുത്തു എന്നുള്ളൊരു കാലതാമസം തന്നെ അത് കാണിക്കുന്നത് എത്രയോ പെട്ടെന്ന്. അതായത് 2017 നടി ആക്രമിക്കപ്പെടുന്നു, അത് കഴിഞ്ഞ് സംഘടന ഉണ്ടാവുന്നു. ഈ റിപ്പോർട്ട് 2019 റിപ്പോർട്ട് ഇതാവുന്നു. 3 പേര് ചേർന്നിട്ടുള്ള കമ്മീഷൻ അല്ലെ കമ്മിറ്റിയാണ്. നമുക്കറിയാം ആരൊക്കെയാണെന്ന്. ഹേമ മാഡം, സിനിമാ മേഖലയിലുള്ള ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ശാരദാമ്മ, ഒപ്പം തന്നെ ഒരു ബ്യൂറോക്രാറ്റ് ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ചേർന്നുണ്ടാക്കിയ കമ്മിറ്റി 300 പേജോളമുള്ള ഒരു വലിയ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് പുറത്തു വരുന്നു. അതിനൊപ്പം തന്നെ എല്ലാവരും പലരുടെയും രഹസ്യമൊഴികൾ, അത് സ്ക്രീൻഷോട്ട്, ഓഡിയോ ക്ലിപ്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഈ 5 വർഷം സർക്കാർ ഇത്ര നീണ്ടൊരു ഗ്യാപ്പ് വന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സംശയം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഭരണപക്ഷത്തുള്ളവർക്ക് ആരൊക്കെയോ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ WCC എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയ അല്ലെങ്കിൽ സംഘടനയ്ക്ക് പിന്നിലുള്ള അജണ്ട അതും ഒക്കെ ഇതെല്ലാം. അതായത് നമ്മളിവിടെ ഒരാൾക്ക് വേട്ടക്കാരെന്ന് ചൂണ്ടിക്കാണിക്കുന്ന മലയാള സിനിമയിൽ ഒരാൾക്കെതിരെ ഒരു സംഘടന ഫോം ചെയ്തു. ശരിക്കും അദ്ദേഹം അല്ല യഥാർത്ഥത്തിലുള്ള, അദ്ദേഹം വേട്ടക്കാരനാണോ എന്താണെന്നുള്ള കോടതി തീരുമാനിക്കുമായിരിക്കും, അതല്ല. പക്ഷെ ഒരുപാട് വേട്ടക്കാരന്മാരുണ്ട് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഭയക്കാനുള്ള കാരണം. ഈ വേട്ടക്കാരന്മാർ മാത്രമല്ല, സിനിമാ മേഖലയിലെ ഒരു കാര്യം മാത്രമല്ല, അതായത് സ്ത്രീകളുടെ സംരക്ഷണം മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളത്. അതിലുള്ള എല്ലാവരുടെയും വേതനം തൊട്ട് ജെൻഡർ പൊളിറ്റിക്സ് അത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലയിലുള്ള അമിതമായിട്ടുള്ള ഡ്രഗ് ഡീല്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ. ഞാൻ ഒറ്റ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ഒരുപാട് വിഗ്രഹങ്ങൾ, മലയാള സിനിമയിലെ മെയിൻ വിഗ്രഹങ്ങൾ ഉടയും എന്ന് പറയണം. ഞാൻ ഒരു സൈഡ് ആ നടന്മാരുടെ സൈഡിൽ ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ വിഗ്രഹം ഉടയാണെങ്കിൽ, കാരണം അവരെ കൂടെ നിന്നിട്ട് അവസരം കിട്ടിയില്ലെങ്കിൽ അവർക്കെതിരെ മൊഴി പറയുക. തീർച്ചയായും ആ ഒരു കാര്യം കൂടെ നമുക്ക് സംസാരിക്കണം. അതായത് നമ്മുടെ മീറ്റു എങ്ങനെയാണ് ഇപ്പം വിമൻ കാർഡ് ഇറക്കി അല്ലെങ്കിൽ സ്ത്രീപക്ഷം എന്നുള്ള ഒരു നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പം മീറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങിയ ഒരു സമയത്ത് മീറ്റു എന്നൊക്കെ പറഞ്ഞ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഞാനും ഒക്കെ അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഒരു ചില സമയത്തൊക്കെ കുട്ടിക്കാലത്തും അല്ലെങ്കിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ട്രോമ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല, പിന്നീട് വെളിപ്പെടുത്താൻ ഒരു സ്പേസ് കിട്ടുന്നു പറയുന്നു. ശരി തന്നെയാണ്. നമ്മുടെ കവി അയ്യപ്പൻ്റെ ഒക്കെ നമുക്ക് അറിയാം അല്ലെ, അങ്ങനത്തെ കുറേ മീറ്റു. പക്ഷെ പിന്നീട് എന്താ നമ്മൾ സംഭവിച്ചത്? ആർക്കെതിരെ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ഒരു മീറ്റു ആരോപണം മതി. സമൂഹത്തിൽ ശരിക്കും പുരുഷന്മാരെ ചവിട്ടി, അതായത് അവർക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ജെൻഡർ പൊളിറ്റിക്സ് ശരിക്കും വേണം. അതായത് സ്ത്രീക്കുള്ള അതേ സ്വകാര്യത തന്നെയല്ലേ പുരുഷനും? അവനുമില്ലേ, അവനുമായിട്ട് കുടുംബം, അവൻ്റെതായ ആത്മാഭിമാനം, ഇതെല്ലാം 2 പേർക്കും ഒരുപോലെയല്ലേ? അപ്പോൾ ഇവിടെ സ്ത്രീ ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാതെ സ്ത്രീനെ അതിജീവിത എന്നൊക്കെ കാണിച്ചിട്ട് വേട്ടക്കാരൻ എന്നുള്ളൊരു മുഖം മാത്രം പിടിച്ചിട്ടുണ്ട്. അത് ആ പറയുന്ന ആരോപണം ശരിയാണോ, അതിൽ കഴമ്പുണ്ടോ, ഇതൊന്നും പരിശോധിക്കുന്നില്ല. നമുക്കറിയാം ഒരുപാട്, ഞാൻ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ ഇതൊക്കെ ഉണ്ട്. ആദ്യം ഈ മേഖലയിൽ എത്തപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്, എന്തിനും ഞാൻ റെഡി എന്ന് പറഞ്ഞ് എനിക്ക് സിനിമയിൽ ചാൻസ് മതി എന്ന് പറഞ്ഞ് സമീപിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്.
അങ്ങനെ സമീപിച്ചിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 80+ കഴിഞ്ഞ ഒരു കൺസെന്റ് ഒക്കെ ഉണ്ട്, ആ ഒരു സെക്ഷൽ, അപ്പോൾ അത് അബ്യൂസ് ആവുന്നില്ല, പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള കൺസെന്റിന് ശേഷം കിടപ്പറയിലേക്ക് പോകുന്നു, കിടക്കുന്നു, ആ ഇതൊക്കെ കഴിയുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അവസരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു സിനിമ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ 1-2 സിനിമകൾ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് സിനിമ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് പറയാം, ദൈവം മീച്ചു എന്നെ പീഡിപ്പിക്കുകയായിരുന്നു. കാരണം ഈ പീഡനം എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെ ഈ മീച്ചു വന്ന ശേഷം ഭയങ്കര ഒരു കോമഡിയായി മാറി. എന്താണ് പീഡനം? ശരിക്കും ഞാനിപ്പോഴും വിചാരിക്കുന്നുണ്ട്, അബ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഭയങ്കര എന്താ പറയുക, സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊരു തമാശ പോലെയാണ് ഇപ്പോൾ പീഡനം, ആർക്കെതിരെയും പീഡനം. എന്നെ കുറേ നാൾ 1-2 മാസം കൂടെ പോയി താമസിച്ച് എല്ലാ ഇതും ഉണ്ടായിട്ട് ആ പുരുഷന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം അനുഭവിച്ച ശേഷം പിന്നീട് അതിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ധാരണയ്ക്ക് എന്തെങ്കിലും ഒരു കോട്ടം വരുമ്പോൾ ഉടനെ വരും, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്താ വിമൻ കാർഡ് ഇപ്പോൾ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കോമഡിയായി മാറി. പ്രത്യേകിച്ച് മലയാള സിനിമയിലെ പീഡനം നിൽക്കുന്ന തന്നെ ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക, വിശ്വസിക്കാനും അങ്ങനെ വളരെ മോശം ഒരു പ്രവണതയായി മാറി മീറ്റു എന്ന് പറയുമ്പോൾ. മീറ്റുവിനെ പറ്റി പറഞ്ഞു, വിജയബാബു എന്നൊരു പ്രമുഖ സിനിമയിലെ ഒരു നടൻ, പുള്ളിയെ പറ്റി മീറ്റു വന്നു. താനിപ്പോൾ പറഞ്ഞു, ഞാൻ എന്തിനും തയ്യാറാണ്, എന്തും ചെയ്യാം, അവസരം കിട്ടിയില്ലെങ്കിൽ ഒരു മീറ്റു ആരോപണം. പിന്നെ എന്തിനാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത്? അത് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെക്കുമ്പോൾ തന്നെ അതിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞിരുന്നത്, നമ്മൾ WCC അജണ്ട തന്നെ പറഞ്ഞ സ്ത്രീ, അതായത് സിനിമാ മേഖലയിലെ എല്ലാ ഇതിലും സാങ്കേതികത്വം, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ തൊട്ട്, അതിലെ ജൂനിയർ ആർട്ടിസ്റ്റ് അവർ തൊട്ട് പിന്നിൽ നിൽക്കുന്ന, അതായത് പല മേഖലയുണ്ട് സിനിമാ മേഖലയിലല്ലേ, വസ്ത്രാലങ്കാരം, ഗാനശാഖ, ഇങ്ങനെ പല മേഖലകളിലും സ്ത്രീകളുണ്ട്. അപ്പോൾ ആ സ്ത്രീകൾ നേരിടുന്ന പല ചൂഷണങ്ങൾ, കാസ്റ്റിംഗ് കൗച്ച്, ഇതിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമാ മേഖല വലിയൊരു വ്യവസായമാണ് അല്ലേ, ഒരുപാട് മനുഷ്യർക്ക് അന്നം തരുന്ന വലിയൊരു വ്യവസായമാണ് സിനിമാ മേഖല. അപ്പോൾ ആ സിനിമാ മേഖലയിൽ ഒരു സെറ്റിൽ നേരിടുന്ന ചൂഷണമായിരിക്കില്ല ചിലപ്പോൾ അടുത്ത സെറ്റിൽ ചെല്ലുമ്പം ഏറ്റവും മാന്യമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും. നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ഒരു മലയാളത്തിന് അഭിമാനമായിട്ടുള്ള സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഉണ്ട്. അതിനിടയിൽ പുഴുക്കുത്തുകളും ഉണ്ട് തീർച്ചയായും. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയെ ഇങ്ങനെ നശിപ്പിക്കുന്നത്, അപ്പോൾ അവരെ കുറിച്ചൊക്കെ ശരിക്കും പുറലോകം അറിയേണ്ടതല്ലേ. അപ്പം ഈ മീച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഇപ്പം വിജയബാബുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര്, അതൊക്കെ കേസുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് നമുക്ക് പേരും അദ്ദേഹം പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുറന്ന് പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അഭിമാനമുണ്ട്, എൻ്റെ പേര് മാത്രമല്ല ആരാണ് എന്നുള്ള. അപ്പം ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സ്വകാര്യത എന്ന് പറഞ്ഞാൽ പുരുഷന് മാത്രമല്ല, സ്ത്രീക്ക് മാത്രമല്ല, അല്ല പുരുഷനുമുള്ളതാണ്. അപ്പം അയാളുടെ പേര് മാത്രം വലിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിട്ട് കൊടുക്കുമ്പോൾ അത് ആരാണ്? സ്ത്രീ എപ്പോഴും മുഖം കാണിക്കാതെയും, അല്ലെങ്കിൽ അവർ എന്താ പറയുക വിമൻ കാർഡ് വെച്ചിട്ട് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് ജീവിതം. അങ്ങനെ വെച്ചിരിക്കുമ്പോൾ അപമാനിക്കപ്പെടേണ്ടത് കാരണം വിജയബാബു എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ല, വിജയബാബുവിൻ്റെ ഒരു ഫാമിലി ഉണ്ട്, അദ്ദേഹത്തിന് മകനുണ്ട്, കുടുംബമുണ്ട്, ഇതുപോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്ന് പറയുമ്പോൾ അതിനുശേഷം എത്രയോ ആരോപണങ്ങൾ വന്നു. അത് കാണിക്കുന്നത് തന്നെയാണ് അവിടുത്തെ ശരിക്കുമുള്ള വേട്ടക്കാരന്മാർ ഇപ്പോഴും ഉണ്ട്, കാസ്റ്റിംഗ് കൗച്ച് ഇപ്പോഴും ഉണ്ട്. ഇനി നല്ല രീതിയിൽ സിനിമയായിട്ട് പാഷനായിട്ട് കാണുന്നവർ, അത് സംവിധാനം ചെയ്യുന്നവർ, അങ്ങനത്തെ ക്രൂസ് അവിടെയുമുണ്ട്. ശരിക്കും നമുക്കത് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സിനിമാ മേഖലയിലെ യഥാർത്ഥ പ്രശ്നം. കാരണം ഇനിയും നമുക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിവെളിച്ചം, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗ്ലാമർ വേൾഡാണ് അല്ലേ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻസ്റ്റാ റീൽസൊക്കെ ചെയ്യണ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരു അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ കയറി പറ്റുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മേഖല ഇങ്ങനെ ചൂഷണമുള്ളതാണ്, കിടന്നാൽ മാത്രമേ ചാൻസ് ഉള്ളൂ എന്നുള്ളൊക്കെ ഒരു ഇതുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയണ്ടേ ശരിക്കും അവിടെ എന്താ. കാരണം പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമാ മേഖലയിലുള്ളവർക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് അറിയേണ്ടതല്ല. ഇതിൻ്റെ നികുതി പണം കോമൺ പീപ്പിൾ, ഞാനടങ്ങുന്ന സാധാരണ ആൾക്കാരുടെ കൂടെ നികുതി പണം എടുത്താണ് 1.5 കോടിയോളം രൂപ ഉണ്ടെന്ന് തോന്നുന്നു ഈ കമ്മിറ്റിക്ക് വേണ്ടി ചെലവഴിച്ചത്. അപ്പോൾ നമുക്കും റൈറ്റ് ഉണ്ട് ഇതെന്താണ് സംഭവം എന്നറിയാനായിട്ട്. അപ്പോൾ ഇത് ഈ 5 വർഷത്തെ കാലതാമസം തന്നെ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് വ്യക്തമായിട്ട് അറിയാം ആരൊക്കെയാണ് യഥാർത്ഥ ഇരകൾ, ആരൊക്കെയാണ് യഥാർത്ഥ വേട്ടക്കാർ. അപ്പം അതിൽ തന്നെ ആദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ആദ്യം ഈ ഹർജി പോയല്ലോ, അതിലൊരു നിർമ്മാതാവായിരുന്നു ഹർജിക്കാരൻ. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുവാണെങ്കിൽ മൊഴി കൊടുത്തവർക്കൊക്കെ ജീവന് തന്നെ പ്രശ്നമുണ്ടെന്നാണ്. അപ്പോൾ അത് ആലോചിച്ച് നോക്കും, അതിൻ്റെ മറ്റൊരു പോയിന്റ് ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. സിനിമാ മേഖലയിൽ ഏതോ ഒരു വലിയൊരു മാഫിയ ഉണ്ട്. അതായത് മൊഴി കൊടുത്തവരുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിൽ മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മൊഴി കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേവലം ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം മാത്രമല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിൽ ഒന്നടങ്കം
ആരൊക്കെ എവിടെയൊക്കെ ചൂഷണം ചെയ്തു, എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നം, മദ്യ, മയക്കുമരുന്ന് മാഫിയ, ഇതെല്ലാം ഉൾപ്പെടുന്ന ബൃഹത്തായിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. പലരുടെയും വിചാരം അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടി, കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടൻ, ഇവർ രണ്ടുപേരും, അതല്ല സത്യം. യഥാർത്ഥ വേട്ടക്കാരൻ എന്താണ്, അല്ല ആരാണ് ആ മാഫിയ, മലയാള സിനിമയെ കൺട്രോൾ ചെയ്യുന്നൊരു മാഫിയ, സത്യങ്ങൾ പുറത്തു വരരുത് എന്ന് ഭയപ്പെടുന്ന ഒരു മാഫിയയുടെ കൺട്രോൾ ചെയ്യുന്ന ആള്, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതെ ഇരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.